ഇന്നലെ നടന്ന അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പിന് ശേഷം എൻ.ഡി.എയുടെ ഒരു അവലോകന വിവരങ്ങൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതിൽ 49 സീറ്റുകളിലേക്കാണ് ഇന്നലെ വിവിധ സംസ്ഥാനങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ അവരുടെ ഒരു ഇന്റേണൽ സർവേ പ്രകാരം യു.പിയിൽ 14 മണ്ഡലങ്ങളിൽ ആണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ കൗശബി, ബാരംഗി, ഹാമിർപൂർ തുടങ്ങിയ 3 മണ്ഡലങ്ങളിൽ വലിയ ശക്തമായ പോരാട്ടമാണ് എന്ന് BJP പ്രതീക്ഷിക്കുന്നു. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം കൂടി വരുന്നു. ഇത് കോൺഗ്രസ്സുകാർക്ക് ഒരുപാട് ആഹ്ലാദം പകരുന്ന ഒരു കാര്യമായിരിക്കാം. കാരണം റായ്ബറേലി കോൺഗ്രസിൻ്റെ കുത്തക സീറ്റാണ്. അവിടെ ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നു. കാരണം അവിടെ BJPക്ക് അകത്തും ചില പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ബാക്കി ഉള്ള 10 സീറ്റുകൾ അവിടെ BJPക്ക് ലഭിക്കുമെന്നാണ്, ഈ 14-ൽ 10 ലഭിക്കുമെന്ന് അവർ കരുതുന്നു. എന്നാൽ ഈ കൗശംബി, ബാരംഗി, ഹമീർപൂർ തുടങ്ങിയ ഇടങ്ങളിൽ നല്ല ഫൈറ്റാണ്. അവിടെയും ഒരുപക്ഷെ ജയിച്ച് കയറാമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നു. മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ 13 സീറ്റാണ്. NDA 10 സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ അവിടെ വോട്ടർമാർക്കിടയിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാകാൻ ഇടയാക്കിയിട്ടുണ്ട്. കാരണം ശിവസേനയുടെയും ഒപ്പം തന്നെ NCPയുടെയും ഒക്കെ പാർട്ടി ചിഹ്നങ്ങൾ നഷ്ടമായിരുന്നു. അവർ മറ്റു ചിഹ്നങ്ങളാണ് മത്സരിക്കുന്നത്. ഇത് അവരുടെ വോട്ടർമാരെ കുഴക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പശ്ചിമ ബംഗാളിലേക്ക് വരുമ്പോൾ അവിടെ 7 സീറ്റിലേക്കാണ് മത്സരം നടന്നത്. അതിൽ 4 സീറ്റുകൾ BJP ഉറപ്പിക്കുന്നു. അതിൽ ഒരു സീറ്റ് ഈ തൃണമൂൽ കോൺഗ്രസിന് ശക്തി കേന്ദ്രമാണ്. അവിടെ കടന്നു കയറി ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെ BJP കരുതുന്നു. ഒപ്പം ഈ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ചെറിയൊരു ശതമാനം ചോർത്തുന്നുണ്ട് എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഒഡീഷയിലേക്ക് എത്തുമ്പോൾ 5 സീറ്റിലേക്കാണ് മത്സരം നടന്നത്. 5ഉം പാർട്ടി നേടുമെന്ന് കരുതുന്നു. ബീഹാറിൽ 5 സീറ്റിലേക്കാണ് മത്സരം നടന്നത്. അതിൽ ശരണിൽ മാത്രമാണ് ഒരു ഫൈറ്റ് BJP പ്രതീക്ഷിക്കുന്നത്. എന്നാലും 5 സീറ്റുകൾ നേടുമെന്ന് പാർട്ടി കരുതുന്നു. ജാർഖണ്ഡിലേക്ക് എത്തുമ്പോൾ 3 സീറ്റിലേക്കാണ് മത്സരം നടന്നത്. 3-ൽ 3ഉം ജയിക്കും എന്ന് തന്നെ കരുതുന്നു. ലഡാക്കിലും ജമ്മു കാശ്മീർ, ബാരാമുള്ള അടക്കമുള്ളിടത്തായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ 2 സീറ്റുകളാണുള്ളത്, ലഡാക്കിലും ഈ ബാരാമുള്ളയിൽ അടക്കം. അതിൽ ഒരു സീറ്റ് നേടാൻ കഴിയുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നു. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു ആശ്വാസമുള്ളത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കും എന്ന ഒരു വാർത്ത തന്നെയാണ്. നേരിയ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ജയിക്കുമെന്നൊരു വാർത്ത തന്നെയാണ്. ഏതായാലും ഇത് അവരുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തലുകൾ മാത്രമാണ്, ഇത്തരത്തിലാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.